അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അൽ ഫിഖ്ഹുൽ ഇസ്ലാം 3-ാം ക്ലാസ്സിലെ അതിലെ 3-ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്ത്. പാഠത്തിന്റെ പേരെന്തായിരുന്നു? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നല്ല വൃത്തിയിലും ചൊറുക്കിലും എല്ലാവരും എഴുതണം കേട്ടോ. നംലഉൽ ഫറാഗ്, വിട്ടഭാഗം പൂരിപ്പിക്കാനാണ്. മുഖം ഡാഷ് കഴുകുക, മുഖം മുഴുവൻ കഴുകുക. 2 കൈയും ഡാഷ് കഴുകുക, മുട്ടുൾപ്പെടെ കഴുകുക. 2 കാലും ഡാഷ് കഴുകുക, ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. വുളൂഇന് ഡാഷ് ഫർളുകളുണ്ട്, 6 ഫർളുകളുണ്ട്. ഫർള് ഒഴിവാക്കിയാൽ വുളൂഇ ശരിയാവില്ല. ഓക്കെ. പിന്നെ വുളൂഉ സഹീഹാവോ അംല, അൽ വുളൂഉ സഹീഹുൻ അംല, വുളൂഉ സഹീഹാവോ ഇല്ലേ എന്ന് വെച്ചാൽ ചില വുളൂഉ ചെയ്ത രൂപങ്ങൾ ഇവിടെ പറയും. ആ വുളൂഉ ശരിയാണോ അല്ലേ നിങ്ങൾ പറയണം. വുളൂഉ ചെയ്യുമ്പോൾ ചുണ്ടുകൾ നനഞ്ഞില്ല, വുളൂഉ സഹീഹാവില്ല. എന്തുകൊണ്ട്? മുഖം കഴുകുക എന്നുള്ളത് വുളൂഇന്റെ ഫർളാണ്. മുഖം മുഴുവൻ കഴുകണ്ടേ? അപ്പൊ ചുണ്ട് കഴുകിയിട്ടില്ലെങ്കിൽ വുളൂഉ സഹീഹാകില്ല. പിന്നെ 2 കാലുകൾ നനയാതെ വുളൂഉ ചെയ്തു, വുളൂഉ സഹീഹാകും. കാരണം 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകണ്ടേ? അപ്പൊ കാല് നനയാതെ വന്നാൽ വുളൂഉ സഹീഹാകില്ല. 3 കഴുത്ത് നനയാതെ മുഖം കഴുകി. നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞോ വുളൂഇൽ കഴുത്ത് കഴുകണമെന്ന്? ഇല്ലല്ലോ, മുഖം കഴുകിയാൽ മതി. അപ്പൊ വുളൂഉ സഹീഹാകും. കഴുത്ത് കഴുകിയിട്ടില്ലെങ്കിലും വുളൂഉ സഹീഹാകും. പിന്നെ 4-ാമത്തെ ചോദ്യം, ഒരാള് ആദ്യം പോയി കാലങ്ങട്ട് കഴുകി, എന്നിട്ടാ പിന്നെ നിയ്യത്തും മുഖം കഴുകിയതും കൈ കഴുകിയതൊക്കെ. വുളൂഉ സഹീഹാകോ? സഹീഹാകില്ല. അതാണ് ആദ്യം കാല് കഴുകിയ ശേഷം മറ്റുള്ള അവയവങ്ങൾ ശുദ്ധീകരിച്ചു. ഇനി 5, കയ്യിൽ ചക്കപ്പശ ഉള്ളതിനാൽ ആ ഭാഗം നനഞ്ഞില്ല. ഒരാള് കൈ കഴുകുക, അപ്പൊ കയ്യുമ്മൽ ഓൻ ചക്ക നീർന്നു, അപ്പൊ ചക്കന്റെ പശ വിളഞ്ഞി എന്നൊക്കെ പറയും, അത് കയ്യുമ്മ ഉണ്ടായിരുന്നു. ഉളവ ചെയ്തപ്പോ അതുണ്ടായപ്പോ വെള്ളം അതിന്റെ ഉള്ളിലേക്ക് എത്തിയില്ല. അപ്പൊ ഉളവ സഹീഹാകോ? സഹീഹാകില്ല. ഇനി നുറത്തിബു, ഇവിടെ ഒരു കുറച്ച് കെലിമാത്തുകൾ കൊടുത്തിട്ടുണ്ട്, സെന്റൻസുകളെ, ജുംലകളെ. അത് നമ്മൾ എന്ത് ചെയ്യണം? ക്രമത്തിലാക്കണം. അപ്പോ നിയ്യത്ത്, ഞാൻ അവിടെ എഴുതിയത് ഒരു ആപ്ലിക്കേഷന് കോപ്പി എടുത്തതാണ്. ഇപ്പൊ ചെറിയ തെറ്റുണ്ട്. നിയ്യത്ത് ആ താ അല്ല, ഈ താട്ടാ മതി കേട്ടോ. പോയിന്റിലേക്ക് നോക്ക്. നിയ്യത്ത്, മുഖം മുഴുവൻ കഴുകുക, 2 കൈയും മുട്ടുൾപ്പെടെ കഴുകുക, തലയിൽ നിന്ന് അല്പമെങ്കിലും തടവുക, 2 കാലും ഞാൻ എഴുതിയാൽ മതി കേട്ടോ. 2 കാലും ഞെരിയാണി, അത് ഞാൻ ആപ്പിന്ന് കോപ്പി എടുത്തതാണ്. ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. അപ്പൊ അങ്ങനെ ക്രമത്തിൽ എഴുതട്ടോ. ഇതൊക്കെ എഴുത്ത് ക്ലിയർ ആകാനാണ്, നല്ല എഴുത്ത് ഉഷാറാകണം കേട്ടോ. അതിനാണ്. ഇനി വ്യക്താക്കാനാണ്. തെർത്തീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയ്യിനു തെർത്തീബ്. തെർത്തീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ആ പാഠത്തിൽ പഠിച്ചില്ല തെർത്തീബ്. നമ്മള് റബീമോൻ ചോദിച്ചു തെർത്തീബ് എന്നാൽ എന്താണ്? അപ്പൊ എന്തേ പറഞ്ഞേ? ഫർളുകൾ മേൽ പറഞ്ഞ ക്രമത്തിൽ ചെയ്യലാണ് തെർത്തീബ്. 2-ാമത്തെ വ്യക്തമാക്കാൻ, വുളൂഇന്റെ നിയ്യത്ത് വ്യക്താക്കുക. അത് നമ്മളോട് സൈനബ് ക്ലാസ്സിൽ ചോദിച്ചത് ഉസ്താദിനോട്, എങ്ങനെയാണ് വുളൂഇന്റെ നിയ്യത്ത് ചെയ്യാൻ? അപ്പൊ എന്തേ പറഞ്ഞേ? നിസ്കാരത്തെ ഹലാലാക്കുവാൻ വുളൂഉ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നു കരുതലാണ് നിയ്യത്ത്. ആ വുളൂഉ എന്നുള്ളത് അവിടെ അൻസമ സുക്കൂൻ ഇട്ടാൽ മതി ട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. പിന്നെ 3, വുളൂഇന് നിയ്യത്ത് ചെയ്യേണ്ട സമയം. എപ്പോഴാ വുളൂഇന് നിയ്യത്ത് ചെയ്യേണ്ടത്? അതാരാ ചോദിച്ചത്? ഓർമ്മക്ക് ആരാ ചോദിച്ചത് എപ്പോഴാ നിയ്യത്ത് വെക്കേണ്ടത്? അപ്പൊ നമ്മളെ സൈനബാന്റെ ചോദ്യത്തിന് ഉസ്താദ് പറഞ്ഞ ആൻസറാ, മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ.
മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ. ഈ തഫ്സീസാണ്. തഫ്സീസ് പറഞ്ഞാല് നിങ്ങൾ ചെയ്യേണ്ടത് വുളുവിന്റെ രൂപം ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അതിപ്പോ എഴുതാൻ പറ്റൂലല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മദ്രസന്റെ ക്ലാസ്സിൽ ഒരു വാട്ടർ ടാപ്പ് കൊണ്ട് സങ്കല്പിക്കുക, എന്നിട്ട് അതിനങ്ങട്ട് വുളു ഉണ്ടാക്കി കാട്ടിക്കൊടുക്കുക. നല്ലൊരു വുളു ഉണ്ടാക്കുക. നീയത്തോ തെർത്തീബൊക്കെ തെർത്തീബോടുകൂടെ നല്ലൊരു വുളു ചെയ്തിട്ട് കാട്ടിക്കൊടുക്കുക. ടോപ്പ് മാർക്ക് വാങ്ങും. അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. നമുക്കും ഉമ്മമാർക്കും ഉപ്പമാർക്കും ഉസ്താദുമാർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.